ഹലോ ഗൈസ്, ആദ്യം തന്നെ എവിക്ഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ജിഷിനും അഭിലാഷും എവിക്റ്റായിരിക്കുകയാണ്. ആസ് എ വ്യൂവേഴ്സ് നമുക്ക് തന്നെയാണ് നഷ്ടം. നല്ലപോലെ കളിച്ചിരുന്ന 2 കണ്ടസ്റ്റൻസ് ആണ് ഔട്ടായിട്ടുള്ളത്. വോട്ടിംഗ് പ്രകാരം തന്നെയാണ് ഔട്ടായിട്ടുള്ളത്. ഇപ്പോഴും സേഫായി കളിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെ ഉള്ളിലും സേഫ് തന്നെയാണ്. അപ്പോൾ അധികം കണ്ടൻസ് ഒന്നും അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ പ്രതീക്ഷിക്കണ്ടല്ലോ. കാരണം കണ്ടൻസ് തരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ ഔട്ടായി പോയി കഴിഞ്ഞാൽ അവസാനം 100 ദിവസത്തിൻ്റെ അടുത്തെടുക്കുമ്പോൾ നല്ല കണ്ടൻസ് തരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ പെട്ടെന്ന് അങ്ങ് ഔട്ടായി പോയിക്കോളും. വട്ടെവർ അങ്ങനെ 2 കണ്ടസ്റ്റൻസ് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോൾക്ക് എന്താണ് പ്രശ്നം? ആര്യനും ജിസേലും 3-മതോ 4-മതൊരു പുതപ്പെടുത്തു. എവിക്റ്റായ കണ്ടസ്റ്റന്റിന്റെ ഒരു പുതപ്പ് അവരെടുത്തു എന്ന് പറഞ്ഞ് ക്യാപ്റ്റനായ ഒനിയിലെടുത്ത് പോകുന്നു. സപ്പോർട്ടിന് സദാചാരം ടീംസ് ആയിട്ടുള്ള ആര്യനുകളുടെ കമ്പനി ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ ബിന്നിയും. എന്നിട്ട് അവരുടെ സങ്കടം അവർ ഒനിയലിൻ്റെ അടുത്ത് പറയുകയാണ്. അതായത് ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറയണം, എന്തിന് ഈ പുതപ്പുകളൊക്കെ വാങ്ങിച്ചു വെക്കാൻ. അവരങ്ങനെ 2-3 പുതപ്പിൽ തുപിച്ച് കിടക്കണ്ടാണ്. വാട്ട് കൈൻഡ് ഓഫ് ഒബ്സഷൻ ഈസ് ദിസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കണ്ടസ്റ്റന്റ് അവിടെ കിടക്കുമ്പോൾ അവരുടെ പുതപ്പിൽ വരെ എത്ര ഒബ്സഷൻ കാണിക്കുന്ന ഒരു ടൈപ്പ് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. എവിക്റ്റായ കണ്ടസ്റ്റൻസിന്റെ ബാസ്ക്കറ്റുകൾ, എവിക്റ്റായ കണ്ടസ്റ്റൻസിന്റെ പല ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പല സാധനങ്ങൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. അവരുടെ ഡ്രസ്സുകൾ മാത്രമാണ് തിരിച്ച് കൊടുക്കുക. അപ്പൊ ആ സാധനങ്ങളൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ അങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഷാനവാസും അവിടെ 2 പുതപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇപ്പോൾ ഇവർക്കൊരു പുതപ്പ് കിട്ടാനിട്ട് അല്ലെങ്കിൽ ഇവർക്കൊരു പുതപ്പ് കിട്ടിയിട്ട് കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെന്ന് പറയും. ബാക്കി 2 പേര് കിടക്കുമ്പോൾ 3-മത് പുതപ്പിട്ട് അങ്ങനെ സുഖിച്ച് കിടക്കണ്ടെന്നുള്ളൊരു കൈൻഡ് ഓഫ് കണ്ണുകടി. ഇത് എന്ത് ടൈപ്പ് അസുഖമാണ്? അനുമോൾക്ക് ചിലപ്പോൾ ആര്യനോ ജിസേലോയി ഫോബിയ വല്ലതുമായിരിക്കും. പക്ഷെ ഇതിന് താളം തുള്ളുന്ന സദാചാർ ആതിരാനൂരെയും അതേപോലെ തന്നെ സദാചാർ ഡോക്ടർ ബിന്നിയും എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെ ആയാലും നല്ല ഓൾ ഗെയിം സ്ട്രാറ്റജിയാണ്. എന്നാൽ ഷാനവാസ് അതിനനുസരിച്ച് തക്ക രീതിയിൽ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ CID ചെയ്യാൻ പോകുന്നത്? അവരവരുടെ പാട്ടിൽ കിടന്നോട്ടെ. നിനക്ക് മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലൊന്നും ഇടപെട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ലല്ലേ, ഒരു കണ്ടന്റ് കിട്ടില്ലല്ലേ. അല്ലെങ്കിൽ നിനക്ക് മതനെ കിടക്കണമെങ്കിൽ അപ്പുറത്ത് മാറി കിടന്നൂടെ? അപ്പോൾ അനുമോൾക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ എനിക്ക് അപ്പുറത്ത് നെഗറ്റീവ് വൈബാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ത് കാര്യമുണ്ട് ഇതിനൊക്കെ? ഇങ്ങനെ 2 കണ്ടസ്റ്റൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, അവര് മിന്നാൻ നടക്കുന്നു, അവരത് ചെയ്യുന്നു നോക്കുന്നു, അവരിത് ചെയ്യുന്ന നോക്കുന്നു. ഇങ്ങനെ മോണിറ്റർ ചെയ്തൊരു CCTV ക്യാമറ ആര്യനും ജിസേലിനും ഹൗസിൽ ബിഗ് ബോസിൻ്റെതല്ലാത്തൊരു ക്യാമറയുടെ ആവശ്യമുണ്ടോ? എനിക്കറിയില്ല. ഇത് ന്യായീകരിക്കാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ തന്നെ പോത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോത്തേട്ടൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അനുമോൾക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടാണ്, ഇഷ്ടമായതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അനുമോളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള ലൈസൻസ് അവിടെ ബിഗ് ബോസ് ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതുവരെ എൻ്റെ അറിവിലില്ല. ഒരു റോങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഈ 2 പേരുടെ കാര്യങ്ങളിൽ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുക. ആ ഒരു കൈൻഡ് ഓഫ് ഒബ്സഷൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒനിയലിനെയും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അതിനെ സപ്പോർട്ട് നിൽക്കാൻ പറയുക. അവരങ്ങനെ ചെയ്യണ്ട, അവരങ്ങനെ സുഖിക്കേണ്ട എന്നുള്ളൊരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്, അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും നേർക്ക് നിന്ന് അനുമോളുടെയും ബിന്നിയുടെയും ആതിരാനോളുടെയൊക്കെ നേർക്ക് നേരുള്ള ഗെയിംസും അഭിപ്രായ വ്യത്യാസങ്ങളും അടിപിടികളും ഒക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂമായി വരുന്നത് വരെ ബൈ.